ഹായ് ഗൈസ്, ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ പോട്രി ഡേറ്റ്. ഞാനിങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ചെയ്യാറില്ല. പിന്നെ ഇന്ന് കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഞാനിപ്പോൾ 37 വീക്സ് പ്രഗ്നൻ്റ് ആണ്. സോ ഇനി ഇതുപോലെ ഒറ്റയ്ക്ക് പോകാനായിട്ട് പറ്റില്ല ഒരു ഡേറ്റിനും. കാരണം നമ്മളിപ്പോൾ 2 പേരൊന്ന് 3 പേരാവാൻ പോവാണ്. സോ ഇന്നത്തെ ദിവസത്തെ ഈ ഗെറ്റ് റെഡി വിത്ത് മീ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യാൻ വിചാരിച്ചു. ഇനി ഓൾമോസ്റ്റ് ഒരു മാക്സിമം 20 days അതിനുള്ളിൽ ഞങ്ങളുടെ ബേബി വരും. സോ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചേഞ്ച് ആവും. ഇനിയിപ്പോൾ ഞാനിങ്ങനെ നടക്കുന്ന പോലെ മീൻസ് ഞാൻ അമ്മയാവാൻ പോവാണ്. സോ ഭയങ്കര എക്സൈറ്റഡ് ഒക്കെയാണ് സംഭവം. പക്ഷേ എനിക്കിതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ ഇപ്പം ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഒന്നും ഇല്ല. എന്നാലും പിന്നെ അങ്ങനെയൊക്കെ പഠിക്കുക. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കണം. സോ ഇന്നപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഡേറ്റ് എന്തെങ്കിലും സ്പെഷ്യലാണെന്ന് ചോദിച്ചു. കാരണം ഞങ്ങൾ 2 പേരും മാത്രമുള്ള ഞങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇനി 20 ദിവസം മാക്സിമം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പം പുതിയൊരാളും കൂടി വരാൻ പോവാണ്. സോ അപ്പോൾ ഈ ഡേറ്റ് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഓർമ്മയ്ക്ക് റെക്കോർഡ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാൻ അറ്റ്ലീസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ റെക്കോർഡ് ചെയ്യാൻ വിചാരിച്ചത്. ആക്ച്വലി ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഓർമ്മ വയ്ക്കാൻ. ഞാൻ യൂഷ്വലി കണ്ണ് എഴുതാറില്ല. അപ്പം ഇന്ന് ഞാൻ കണ്ണിങ്ങനെ വാലിട്ട് എഴുതി നോക്കിയാലെന്ന് വിചാരിക്കുക. ചിലപ്പോൾ എനിക്കൊരു ഭംഗി ഉണ്ടാവില്ല. സാധാരണ ഞാൻ കണ്ണെഴുതി കൊളാവാറാണ് പതിവ്. അപ്പം ഇന്ന് അങ്ങനെ ചെയ്ത് നോക്കാമെന്നാണ് ഒരു ഐഡിയ. അപ്പം ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ട്. ആക്ച്വലി ഇതെനിക്ക് സ്യൂട്ട് ആവുന്നുണ്ടോയെന്ന് അറിയില്ല. ബട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയെന്ന് തോന്നുന്നു. ഞാൻ ഈ നൈക്കയുടെ ബ്ലഷാണ് ഇട്ട് കൊടുക്കണേ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ബ്ലഷാട്ടോ. ഞാൻ ഈ അടുത്ത് വാങ്ങിച്ചതാണ്. നല്ല ക്രീമിയാണ്. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ബൈ.